ഹായ് ഓൾ, ഗുഡ് മോർണിംഗ്. അപ്പം ഞങ്ങൾ MSc ഫസ്റ്റ് ഇയർ ക്ലാസ്സിലെ സ്റ്റുഡൻസാണ്. അപ്പം നമ്മൾ ആസ് യൂഷ്വൽ നമുക്ക് എന്ത് ചെയ്യണം, നമ്മുടെ പോർഷൻസ് സ്റ്റാർട്ട് ചെയ്യണം. അപ്പം ഞാൻ പറഞ്ഞിരുന്നു, ഞാൻ എടുക്കുന്ന പേപ്പർ ക്ലാസിക്കൽ മെക്കാനിക്സ് ആണ്. നമ്മൾ പരിചയപ്പെട്ടു കഴിഞ്ഞിരുന്നു. ഓക്കെ, അപ്പം ഒരു ഓൺലൈൻ ക്ലാസ്സിൻ്റെ ഒരവസ്ഥ ഫസ്റ്റ് നിങ്ങൾ ഫേസ് ചെയ്യണം. അപ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ ഉണ്ടായിരിക്കും. അപ്പം ഒരു ഓൺലൈൻ ക്ലാസ് എപ്പോഴും ഒരു 1 വേ ക്ലാസ് ആണെന്നുള്ളൊരു തിങ്കിങ് ഉണ്ടെങ്കിൽ അതിൻ്റെ ആവശ്യം നമുക്കില്ല. നമുക്ക് എപ്പോഴും നമ്മുടെ ഗ്രൂപ്പിൽ എപ്പോഴും നമുക്ക് എന്ത് വേണമെങ്കിലും പേഴ്സണലായിട്ടാണെങ്കിലും ഗ്രൂപ്പിലായിട്ടും ഡൗട്ട് എന്ത് ചെയ്യാം, ആസ്ക് ചെയ്യാം. അതൊന്നും ഒരു വിഷയമല്ല. അപ്പം നമ്മളെന്തായാലും നമ്മുടെ ടോപ്പിക്കിലേക്ക് പോവുകയാണ്. അതിനു മുന്നേ ഞാൻ സിലബസ് ഡിസ്കസ് ചെയ്തിരുന്നു. ക്ലാസിക്കൽ മെക്കാനിക്സിൽ 5 മൊഡ്യൂളാണുള്ളത്. അതിൽ ഫസ്റ്റ് മൊഡ്യൂളാണ് ഞാൻ എടുക്കാൻ പോകുന്നത്. എൻ്റെ ഫസ്റ്റ് മൊഡ്യൂൾ നെയിം ലഗ്രാഞ്ചിയൻ ആൻഡ് ഹാമിൽട്ടോണിയൻ ഫോർമുലേഷൻ. അപ്പോൾ ക്ലാസിക്കൽ മെക്കാനിക്സിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾ നിങ്ങളുടെ ഡിഗ്രി ക്ലാസ് തന്നെ ഉണ്ടാക്കിയിട്ടുണ്ടായിരിക്കും. ഡിഗ്രി ക്ലാസ്സിലെ മെക്കാനിക്സ് എന്നുള്ളൊരു പേപ്പറായിട്ട് തന്നെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ബട്ട് ദർ ഇസ് സം ഡിഫറൻസ് ബിറ്റ്വീൻ മെക്കാനിക്സ് ആൻഡ് ക്ലാസിക്കൽ മെക്കാനിക്സ്. മെക്കാനിക്കൽ പ്രോബ്ലം യൂസിങ് ക്ലാസിക്കലിൽ കുറച്ച് തിയറീസ് ഉണ്ട്. ആ തിയറി യൂസ് ചെയ്ത് സോൾവ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് നമ്മൾ ക്ലാസിക്കൽ മെക്കാനിക്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം മെക്കാനിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ്സ് എ ബ്രാഞ്ച് ഓഫ് ഫിസിക്സ് വിച്ച് ഡീൽസ് വിത്ത് മൂവ്മെൻറ്റ്. അപ്പോൾ ഓക്കെ, അപ്പോൾ മോഷൻ ആയിട്ട് റിലേറ്റ് ചെയ്ത കാര്യങ്ങളാണ് എന്തുണ്ടാവുക, മെക്കാനിക്സിലുണ്ടാവുക. അങ്ങനത്തെ ബേസിക് ഐഡിയാസൊന്നും ഞാൻ പറയുന്നില്ല. അതൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രീവിയസ് ആയിട്ടുള്ള പ്ലസ് ഹയർ സെക്കൻഡറി ഡിഗ്രി ക്ലാസ്സിൽ നിങ്ങൾക്ക് കിട്ടിയിരിക്കും. അപ്പോൾ നമ്മൾ നമ്മുടെ സിലബസിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾക്ക് കിട്ടിയ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾ ഡിഗ്രി ക്ലാസ്സിൽ ലഗ്രാഞ്ചിയൻസ് ഇക്വേഷൻസ് ഓഫ് മോഷൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ലഗ്രാഞ്ചിയൻസ് ഇക്വേഷൻ ഓഫ് മോഷൻ അത് യൂസ് ചെയ്തിട്ട് പ്രോബ്ലം സോൾവ് ചെയ്യാനും പഠിച്ചിട്ടുണ്ട്. അവിടെ കുറച്ച് പ്രോബ്ലംസൊക്കെ സോൾവ് ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ലഗ്രാഞ്ചിനെ കുറിച്ച് ഒരു ബേസിക് ആയിട്ടുള്ള ഐഡിയ നിങ്ങളുടെ കയ്യിൽ ഉണ്ട്. കുറച്ച് കാര്യങ്ങൾ അവിടെ പഠിച്ച ചില ബേസിക് ആയിട്ടുള്ള കാര്യം തന്നെ നമ്മൾ നമ്മുടെ ക്ലാസ്സിൽ സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ. അപ്പം അതിന് മുന്നേ ഈ ലഗ്രാഞ്ചിയൻ, ഹാമിൽട്ടോണിയൻ അതൊക്കെ എന്താണ്, ക്ലാസിക്കൽ മെക്കാനിക്സിൽ നിങ്ങൾക്ക് കേൾക്കുന്ന കുറച്ച് പേരുകളാണ്, അല്ലെങ്കിൽ കുറച്ച് മെത്തേഡ്സാണ്. അപ്പം നമ്മൾ ന്യൂട്ടോണിയൻ മെക്കാനിക്സ് പഠിച്ചിട്ടുണ്ട്. അപ്പം ന്യൂട്ടോണിയൻ മെക്കാനിക്സ് യൂസ് ചെയ്തിട്ട് ഒരുപാട് പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ എന്താണ് ബുദ്ധിമുട്ടാണ്. അതിൽ കുറേ അഡ്വാൻറ്റേജ് ഉണ്ട് ന്യൂട്ടോണിയൻ മെക്കാനിക്സിന്. ആസ് യൂഷ്വൽ സം ഡ്രോബാക്സ് ഉണ്ട് ന്യൂട്ടോണിയൻ മെക്കാനിക്സ്. ഈ ഡ്രോബാക്സ് ക്ലാസിക്കൽ മെക്കാനിക്സിലെ ചില ലഗ്രാഞ്ചിയൻ ആണെങ്കിലും ഹാമിൽട്ടോണിയൻ ആണെങ്കിലും ഇനി ഹാമിൽട്ടൺ, ജാക്കോബി, അങ്ങനെ ഒരുപാട് മെത്തേഡ്സ് നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ആ മെത്തേഡ്സ് യൂസ് ചെയ്തിട്ട് നമ്മൾ പ്രോബ്ലം സോൾവ് ചെയ്യും. അപ്പം ആ ന്യൂട്ടോണിയൻ മെക്കാനിക്സിൻ്റെ മേലെ ഒരുപാട് കുറച്ച് അഡ്വാൻറ്റേജസ് എന്തിനുണ്ട്, ക്ലാസിക്കൽ മെക്കാനിക്സിലുള്ള കാര്യങ്ങൾക്കുണ്ട്. അല്ലെങ്കിൽ ക്ലാസിക്കൽ മെക്കാനിക്സിലുള്ള കുറച്ച് മെത്തേഡ്സിനുണ്ട്. അതിന് എക്സാമ്പിളാണ് ലഗ്രാഞ്ചിയൻ മെത്തേഡ്, ഹാമിൽട്ടോണിയൻ മെത്തേഡ്. അതൊന്നും നിങ്ങളാകെ ലഗ്രാഞ്ചിയൻ മാത്രമേ നിങ്ങൾക്ക് ഫെമിലിയർ ആയിട്ടുണ്ടാവുള്ളൂ. ബാക്കിയുള്ള നമ്മൾ പഠിക്കും. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. പേര് ഇന്നതൊക്കെ കേൾക്കുമ്പം ഫസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഇന്ന മെത്തേഡാണെന്നൊന്ന് ജസ്റ്റ് ഒന്ന് ഓർമ്മയിലുണ്ടായിരിക്കട്ടെ. അപ്പോൾ ന്യൂട്ടോണിയൻ മെക്കാനിക്സിൻ്റെ മെയിൻ ഡ്രോബാക്ക് എന്ന് പറഞ്ഞാൽ, ന്യൂട്ടോണിയൻ മെക്കാനിക്സിൽ ന്യൂട്ടൺ ജസ്റ്റ് തിയറി ഒന്ന് നമുക്കറിയാം, റിലേറ്റിവിറ്റിയിലൊന്നും അതെന്ത് ചെയ്യുന്നില്ല, വാലിഡ് ആവുന്നില്ല, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതറിയാം. അപ്പോൾ റിലേറ്റിവിറ്റീൻ്റെ കേസിലൊന്നും നമ്മൾ പോകേണ്ട. സാധാ നോർമൽ സ്പീഡിൽ തന്നെ, അതായത് സാധാ നോർമൽ കേസിൽ തന്നെ ചില ഡ്രോബാക്സ് അതിനുണ്ട്. അപ്പോൾ ന്യൂട്ടോണിയൻ മെക്കാനിക്സിൽ അതിൻ്റെ ഫോഴ്സ് കാണണമെങ്കിൽ അതിൻ്റെ കൈനറ്റിക് എനർജി അങ്ങനത്തെ കംപ്ലീറ്റ് കേസ് ഇതാക്കുമ്പം ചിലപ്പോൾ നമുക്ക് കോംപ്ലക്സ് ആയിട്ടുള്ള കേസ് വരും ന്യൂട്ടോണിയൻ മെക്കാനിക്സിൽ. ചെയ്യുമ്പോൾ മനസ്സിലാവും. പക്ഷെ ആ ഒരു പ്രോബ്ലം എന്തിൽ വരുന്നില്ല, ലഗ്രാഞ്ചിയനിൽ കാണില്ല. കുറച്ചുകൂടെ ഓവർ ന്യൂട്ടോണിയൻ മെക്കാനിക്സിൽ നമ്മളിതിൻ്റെ കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും ഒക്കെ കാണുന്നതിനേക്കാളും കുറച്ചുകൂടെ സിമ്പിളാണ് ഇത് വെച്ചിട്ട് എന്തിൽ കാണുക, ലഗ്രാഞ്ചിയൻ മെത്തേഡിൽ കാണാം. പിന്നെ ഈ ലഗ്രാഞ്ചിയൻ മെത്തേഡിൽ നമുക്ക് ജസ്റ്റ് എനർജി കണ്ടാൽ മതി. ജസ്റ്റ് കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും കണ്ടാൽ എന്ത് ചെയ്യുക, അതിൻ്റെ ഇക്വേഷൻസ് ഓഫ് മോഷൻ കിട്ടും. വി ഹാവ് ദ എനർജി ഈസ് എ സ്കാലർ ക്വാണ്ടിറ്റി, സോ വി ഹാവ് ടു കാൽക്കുലേറ്റ് ദ ഇക്വേഷൻ ഓഫ് മോഷൻ ഇൻ യൂസിങ് ലഗ്രാഞ്ചിയൻ, വിച്ച് ഈസ് മോർ ഈസിയർ ദാൻ ന്യൂട്ടോണിയനിൽ നമ്മൾ എങ്ങനെ ഇക്വേഷൻ ഓഫ് മോഷൻ കാണാൻ
എഫ് ഇസ് ഈക്വൽ ടു എം എ ബോത്ത് ഫോഴ്സ് ആൻഡ് ആക്സിലറേഷൻ ഈസ് വെക്ടർ ക്വാണ്ടിറ്റി. അപ്പോൾ അത് മോർ എന്തായിരിക്കും, കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും. വെക്ടർ കാൽക്കുലസ് ഈസ് മോർ കോംപ്ലിക്കേറ്റഡ് ദാൻ സ്കാലർ. അപ്പം അതൊരു മെയിൻ ഡ്രോബാക്കാണ്, അതിൻ്റെ കാൽക്കുലേഷൻ മീൻസ് കോംപ്ലക്സിറ്റി. നെക്സ്റ്റ് വരുന്നത് നിങ്ങൾ ഫെർമാറ്റ്സ് പ്രിൻസിപ്പിൾ ഓഫ് ലീസ്റ്റ് ടൈം എന്നൊക്കെ പഠിച്ചിട്ടില്ലേ ഓപ്റ്റിക്സിൽ. അപ്പം ആ ഫെർമാറ്റ്സ് പ്രിൻസിപ്പിൾ ഓഫ് ലീസ്റ്റ് ടൈം ഒപ്റ്റിക്സിൻ്റെ ലോസും എല്ലാം മിനിമം ഡിറൈവ് ചെയ്ത് വന്ന ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ലോയാണ്, അല്ലെങ്കിൽ ഒരു ലീസ്റ്റ് ടൈം ലോ ആണെന്ത്, ഫെർമാറ്റ്സ് പ്രിൻസിപ്പിൾ ഓഫ് ലീസ്റ്റ് ടൈം. അതേപോലെ ഒരു ലീസ്റ്റ് ടൈം അല്ലെങ്കിൽ ലീസ്റ്റ് ഡിസ്റ്റൻസ് പ്രിൻസിപ്പിൾ നിങ്ങൾ എവിടെയെങ്കിലും ന്യൂട്ടോണിയൻ മെക്കാനിക്സിൽ കണ്ടിട്ടുണ്ടോ? ഇല്ല, കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല. കാരണം അങ്ങനെ ഒന്നുമില്ല. ന്യൂട്ടോണിയൻ മെക്കാനിക്സിൽ ഡയറക്റ്റ് ഒബ്സർവ് ചെയ്ത കാര്യം വെച്ചിട്ട് എന്ത് ചെയ്താണ് 3 ലോസ് ഉണ്ടാക്കിയതാണ്. ആ ലോസിൽ നിന്ന് ഡെവലപ്പ് ചെയ്ത ഒരു മെക്കാനിക്സാണ് ന്യൂട്ടോണിയൻ മെക്കാനിക്സ് അല്ലെങ്കിൽ ബ്രാഞ്ച്. ബട്ട് ഇൻ ലഗ്രാഞ്ചൻ അങ്ങനെയല്ല. ഒരു ലീസ്റ്റ് ടൈം പ്രിൻസിപ്പിൾ ഓഫ് ലീസ്റ്റ് ആക്ഷൻ നമ്മൾ പഠിക്കും, അങ്ങനത്തെ ഒരു പ്രിൻസിപ്പിൾ ഉണ്ട്. അപ്പം എവരി ഫിസിക്കൽ തിയറിയിൽ എന്തായാലും പറയുന്നത് എന്താണ്, ഒരു തിയറി ആണെങ്കിലും പ്രിൻസിപ്പിൾ ആണെങ്കിലും ഇങ്ങനെ ഒരു ലീസ്റ്റ് ടൈം എന്ന് ഡിറൈവ് ചെയ്യണം എന്നാണ് പറഞ്ഞത്. അതൊരിക്കലും ഒരു ന്യൂട്ടോണിയൻ മെക്കാനിക്സിൽ അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടില്ല. ജസ്റ്റ് ഡയറക്റ്റായിട്ട് അല്ലെങ്കിൽ എംപിരിക്കലായിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ട് എന്ത് ചെയ്ത് ഉണ്ടാക്കിയതാണ് എന്ത് ന്യൂട്ടോണിയൻ മെക്കാനിക്സ്. ബട്ട് ലഗ്രാഞ്ചൻ ആണെങ്കിലും ഹാമിൽട്ടോണിയൻ ആണെങ്കിലും അതല്ല, അത് ഡയറക്റ്റ് ആ ഒരു പ്രിൻസിപ്പിൾ ഓഫ് ലീസ്റ്റ് ആക്ഷൻ പറഞ്ഞ ആ ഒരു അത് നമുക്ക് ഇനി വരുന്ന ദിവസങ്ങളായിട്ട് അല്ലെങ്കിൽ വരുന്ന ക്ലാസ്സിലായിട്ട് നമുക്ക് ചെയ്യാനുണ്ട്. വന്ന് ഡെവലപ്പ് ചെയ്ത ഒരു ബ്രാഞ്ചാണ് എന്ത് ക്ലാസിക്കൽ മെക്കാനിക്സ് വരുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് മെയിൻ. അതിന് മാത്രമല്ല, ഒരുപാടുണ്ട്. ഞാൻ മെയിനായിട്ട് ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുന്നേ ഉള്ളൂ. അപ്പം നമ്മൾ നമ്മുടെ സിലബസിലേക്ക് കിടക്കുകയാണ്. അപ്പം ഈ ഒരു ഫസ്റ്റ് മൊഡ്യൂളും ദെൻ സെക്കൻഡ് മൊഡ്യൂളും അത്യാവശ്യം ലെങ്തി ടോപ്പിക്കാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. സോ ക്ലാസിക്കൽ മെക്കാനിക്സ് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക, ഒരു ഇമ്പോർട്ടൻറ്റ് പേപ്പർ തന്നെയാണ്. ഇനിയിപ്പം നെറ്റ് എക്സാം ആണെങ്കിലും ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ഫീൽഡാണ് എന്ത് ക്ലാസിക്കൽ മെക്കാനിക്സ്. അപ്പം നിങ്ങൾ മാക്സിമം ബുക്ക് വായിക്കുക. അപ്പോൾ ക്ലാസിക്കൽ മെക്കാനിക്സിന് നമ്മുടെ റെഫറൻസ് ടെക്സ്റ്റ് പറഞ്ഞാൽ ഗോഡ്സ്റ്റിനാണ് റെഫറൻസ് ടെക്സ്റ്റ് പറയുന്നത്. ഇസ് ക്ലാസിക്കൽ മെക്കാനിക്സ് ബൈ ഹെർബർട്ട് ഗോഡ്സ്റ്റിൻ. അപ്പോൾ ഗോഡ്സ്റ്റിൻ്റെ ടെക്സ്റ്റാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. ഇതിന് കൂടെ തന്നെ കുറച്ചുകൂടെ നന്നായിട്ട് ഉപാധ്യായൻ്റെ ടെക്സ്റ്റ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഉപാധ്യായൻ്റെ മെക്കാനിക്സ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, പക്ഷെ അതല്ല ടെക്സ്റ്റ്. ഉപാധ്യായൻ്റെ ക്ലാസിക്കൽ മെക്കാനിക്സ് ആ ഒരു ടെക്സ്റ്റ് ഉണ്ട്, ലൈബ്രറിയിലുണ്ട്. ദെൻ അരുൾദാസിൻ്റെ ടെക്സ്റ്റ്, അങ്ങനെ ഒരുപാട് ടെക്സ്റ്റ് ഉണ്ട് ക്ലാസിക്കൽ മെക്കാനിക്സിൽ. അരുൾദാസിൻ്റെ ഒക്കെ ടെക്സ്റ്റ് കുറച്ചുകൂടെ സിംപ്ലറാണ്. അപ്പം ഞാൻ ഗോഡ്സ്റ്റിനാണ് ഫോളോ ചെയ്യുന്നത്. ചില പാർട്ടിൽ ഉപാധ്യായം ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ഏതാണ് കൺവീനിയൻറ്റ്? എനിക്ക് തോന്നുന്നത് കുറച്ചുകൂടെ ക്ലാസ് എടുക്കുന്ന ഗോഡ്സ്റ്റിനാണ്. അപ്പോൾ ഗോഡ്സ്റ്റിൻ വെച്ചിട്ട് ഫോളോ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ഒരു ഉപാധ്യായം വെച്ച് ഫോളോ ചെയ്യാം. അതൊക്കെ നിങ്ങളുടെ കൺവീനിയൻസ് അനുസരിച്ചിരിക്കും. ബട്ട് ഉപാധ്യായയിൽ കുറച്ച് മിസ്റ്റേക്സ് ഉണ്ട്. അപ്പം പഠിക്കുകയാണെങ്കിൽ ആ മിസ്റ്റേക്സ് നമ്മൾ എന്ത് ചെയ്യണം, കൺസിഡർ ചെയ്യണം. ഓക്കെ, അപ്പം നമ്മൾ നമ്മുടെ യൂണിറ്റ് 1 ക്ലാസിക്കൽ മെക്കാനിക്സിലെ ഫസ്റ്റ് മൊഡ്യൂളാണ്. പേര് പറഞ്ഞു, ലഗ്രാഞ്ചൻ ആൻഡ് ഹാമിൽട്ടോണിയൻ ഫോർമുലേഷൻ. ലഗ്രാഞ്ചൻ ആൻഡ് ഹാമിൽട്ടോണിയൻ ഫോർമുലേഷൻ ഇത് ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. സോ ഫസ്റ്റ് ടോപ്പിക് ഈസ് കൺസ്ട്രെയിൻസ്. സോ നമ്മുടെ ഫസ്റ്റ് ടോപ്പിക് എന്താണ്, കൺസ്ട്രെയിൻസ് ആണ്. കൺസ്ട്രെയിൻസ് പറയുന്നതിന് മുന്നേ നമ്മൾ ഫ്രീ പാർട്ടിക്കിളിനെ കുറിച്ചൊരു ഐഡിയ ഉണ്ടായിരിക്കണം. അപ്പോൾ ഫ്രീ പാർട്ടിക്കിൾ എന്ന് വന്നാൽ എന്താണ്, ഒരു പാർട്ടിക്കിൾ ഫ്രീ ആണ്, ഓർ ദർ ഇസ് നോ പൊട്ടൻഷ്യൽ എനർജി ആക്ടിങ് ഓൺ ദാറ്റ് പാർട്ടിക്കിൾ. സോ എപ്പോഴും ഒരു ഫ്രീ പാർട്ടിക്കിളാണ് നിങ്ങൾ കേട്ടാൽ ഉടനെ നിങ്ങളുടെ മനസ്സിൽ എന്തെത്തണം, ആ പാർട്ടിക്കിളിൻ്റെ മേലെ ഒരു ഫോഴ്സും ആക്ട് ചെയ്യുന്നില്ല. ഫോഴ്സ് ആക്ട് ചെയ്യുന്നില്ല മീൻസ് ദർ ഇസ് നോ പൊട്ടൻഷ്യൽ എനർജി. ഫോഴ്സും പൊട്ടൻഷ്യൽ എനർജിയും തമ്മിലുള്ള ഡിഫറൻസ് എങ്ങനെയാണ് വരുന്നത്, വി ഹാവ് എഫ് ഇസ് ഈക്വൽ ടു മൈനസ് ഡെൽ വി എന്നുള്ള ഇത് കൺസർവേറ്റീവ് ഫോഴ്സിന് മാത്രമാണ്. എങ്കിലും നിങ്ങൾക്ക് ഈ ഒരു ഫെമിലിയർ ആയിട്ടുള്ള ഇക്വേഷൻ അറിയാം. നമ്മളധികം കൺസർവേറ്റീവ് ഫോഴ്സിനെയാണ് ഡീൽ ചെയ്യുന്നത്, കുറച്ചുകൂടി സിംപ്ലർ ആയതുകൊണ്ട് കേട്ടോ. അപ്പം ഫോഴ്സ് ഫ്രീ പാർട്ടിക്കിളിൻ്റെ മേലെ എന്ത് ചെയ്യുന്നില്ല, ഫോഴ്സ് ആക്ട് ചെയ്യുന്നില്ല. ദാറ്റ് മീൻസ് ദർ ഇസ് നോ പൊട്ടൻഷ്യൽ എനർജി. അപ്പം ആ ഒരു കേസിൽ ഒരു ഫ്രീ പാർട്ടിക്കിളിന് പ്രോബ്ലം കണ്ടാൽ ഒന്നുകിൽ നിങ്ങൾ എഫ് ഇസ് ഈക്വൽ ടു 0 അല്ലെങ്കിൽ വി ഇസ് ഈക്വൽ ടു 0 എന്നുള്ളത് ഞാൻ ഇനി ഇടയ്ക്കിടയ്ക്ക് പറയണമെന്നില്ല, നിങ്ങളുടെ മനസ്സിൽ എന്തുണ്ടാവണം, എത്തണം. അപ്പം നമ്മൾ കൺസ്ട്രെയിൻസ് ആണ് ആദ്യം പഠിക്കുന്നത്. അപ്പം നമ്മുടെ ഈ നാച്ചുറൽ അല്ലെങ്കിൽ നമ്മുടെ ചുറ്റും നമ്മുടെ സറൗണ്ടിങ്സിൽ ഒരുപാട് മോഷൻസ് നടക്കുന്നുണ്ട്. ഈ മോഷൻസിൽ പലതും എന്തായിരിക്കും, ഫ്രീ മോഷൻസ് ആയിരിക്കും, അല്ലെങ്കിൽ സം ആർ റെസ്ട്രിക്റ്റഡ് മോഷൻസ്.
ഈ റെസ്ട്രിക്റ്റഡ് മോഷൻസ് മീൻസ് എന്താണ്? എന്തെങ്കിലും ഇഫ് ദ മോഷൻ ഈസ് റെസ്ട്രിക്റ്റഡ് ഇൻ സം വേ. എന്താ പറയുക റെസ്ട്രിക്റ്റഡ് മോഷൻ? ഫോർ എക്സാമ്പിൾ, അതിന് കുറച്ച് നേരം എക്സാമ്പിൾ പറയാം. ഒരു അബാക്കസ് അറിയാം. ഈ അബാക്കസിൽ കുറച്ച് ബീഡ്സ് ഉണ്ട്. ഈ അബാക്കസിൻ്റെ ബീഡ്സ് എങ്ങനെയാണ്? ആ ഒരു കമ്പിമേൽ അല്ലെങ്കിൽ ആ ഒരു ലൈൻമേൽ എന്താണ് ഫിക്സ് ചെയ്തതല്ലേ ഈ അബാക്കസിൻ്റെ. അപ്പം ഈ ഓരോ പാർട്ടിക്കിൾസിനും അല്ലെങ്കിൽ ഈ അബാക്കസിലുള്ള ഈ ബീഡ്സിന് എ ടൈപ്പ് ഓഫ് വിച്ച് ഒഫേഴ്സ് എ ടൈപ്പ് ഓഫ് റെസ്ട്രിക്റ്റഡ് മോഷൻ. എന്തുകൊണ്ടാണ്? ഈ അബാക്കസിലുള്ള ഈ ബീഡ്സിന് ഈ കമ്പിയിലൂടെ അല്ലെങ്കിൽ ആ ഒരു സ്റ്റീൽമെല്ലിലൂടെ മാത്രമേ എന്ത് ചെയ്യാൻ കഴിയുള്ളൂ? മൂവ് ചെയ്യാൻ കഴിയുള്ളൂ. അത് പോയിട്ട് ഇങ്ങോട്ട് വരാൻ കഴിയുമോ? അതിനില്ല. അപ്പം അവിടെ എന്തുണ്ട്? എ ടൈപ്പ് ഓഫ് റെസ്ട്രിക്ഷൻ ഇൻ ദ ഫോം ഓഫ് ദിസ് എന്താ പറയുക ആ ഒരു സ്റ്റീൽ, ആ ടൈപ്പ്. അപ്പം ഇങ്ങനെയുള്ള ഒരുപാട് മോഷനാണ് നമ്മുടെ ഡെയിലി ലൈഫിൽ അല്ലെങ്കിൽ നമ്മുടെ സറൗണ്ടിങ്സിൽ അധികം ഉള്ളത്. മോസ്റ്റ് ഓഫ് ദ മോഷൻസ് ആർ ഇൻ നേച്ചർ ആർ റെസ്ട്രിക്റ്റഡ് മോഷൻ. അപ്പം ഇങ്ങനെ റെസ്ട്രിക്റ്റ് ആയിട്ടുള്ള ഈ മോഷനെയാണ് എന്ത് പറയുന്നത്? കൺസ്ട്രെയിൻഡ് മോഷൻ. റെസ്ട്രിക്റ്റഡ് മോഷൻ, ഇഫ് ദ മോഷൻ ഈസ് റെസ്ട്രിക്റ്റഡ് സം വേ ഇറ്റ് ഈസ് നോൺ ആസ് ദ കൺസ്ട്രെയിൻഡ് മോഷൻ. അപ്പം കൺസ്ട്രെയിൻസ് എന്ത് ചെയ്യും? ആ ഒരു പാർട്ടിക്കിളിൻ്റെ മോഷനെ ലിമിറ്റ് ചെയ്യും. കൺസ്ട്രെയിൻ ലിമിറ്റ് ദ മോഷൻ ഓഫ് ദ സിസ്റ്റം. ആ ഒരു പാർട്ടിക്കിളിൻ്റെ മോഷനെ എന്ത് ചെയ്യും? ലിമിറ്റ് ചെയ്യും. ദെൻ ഈ കൺസ്ട്രെയിൻസ് ഉണ്ടാവുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പം ഈ കൺസ്ട്രെയിൻസ് ഉണ്ടാകുമ്പം അതിന് വേറൊരു കാര്യം കൂടെ റെസ്ട്രിക്റ്റ് ചെയ്യും. അതിൻ്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറയും. അപ്പോൾ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഞാൻ കിടക്കുന്നതിന് മുന്നേ ജസ്റ്റ് കൺസ്ട്രെയിൻ്റെ കുറച്ച് എക്സാമ്പിൾസും കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പോൾ കൺസ്ട്രെയിൻസ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡത്തിൻ്റെ കാര്യത്തിൽ എന്താ പറയുന്നത്? ദ ഫോഴ്സസ് ഓഫ് കൺസ്ട്രെയിൻ മൂലം ഉണ്ടാകുന്ന ഫോഴ്സ്, ദാറ്റ് ഈസ് നോൺ ആസ് ദ ഫോഴ്സസ് ഓഫ് കൺസ്ട്രെയിൻ ഇമ്പോസ് എ റെസ്ട്രിക്ഷൻ ഓൺ ദ ഫ്രീഡം ഓഫ് മോഷൻ ഓഫ് ദ സിസ്റ്റം. ഒരു സിസ്റ്റത്തിൽ അതിന് മൂവ് ചെയ്യാനുള്ള ഫ്രീഡത്തിൽ എന്തുണ്ടാവും? ഒരു റെസ്ട്രിക്ഷൻ ഉണ്ടാവും. അപ്പോൾ എ ടൈപ്പ് ഓഫ് റെസ്ട്രിക്ഷൻ ആണ് എന്ത്? കൺസ്ട്രെയിൻ. അതിനൊരു എക്സാമ്പിളാണ്, അനദർ എക്സാമ്പിളാണ് മോഷൻ ഓഫ് കൈറ്റ്. പട്ടത്തിൻ്റെ ചരട് എപ്പോഴും എന്തായിരിക്കും? ആ കൈറ്റിന് ദൂരെ ആ ഒരു ചരടിൻ്റെ മീൻസ് അല്ലെങ്കിൽ ആ ഒരു ത്രെഡിൻ്റെ ലെങ്ത്തിനനുസരിച്ച് മാത്രമേ എന്ത് കഴിയുള്ളൂ? പട്ടത്തിന് മൂവ് ചെയ്യാൻ കഴിയുള്ളൂ. ഓക്കെ, അപ്പോൾ വിച്ച് ഈസ് ആൻ അനദർ ടൈപ്പ് ഓഫ് കൺസ്ട്രെയിൻഡ് മോഷൻ. അങ്ങനെ ഡെയിലി ലൈഫിൽ തന്നെ നമുക്ക് ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ടാവും. അതിൽ തന്നെ 1 ഡയമെൻഷൻ കൺസ്ട്രെയിൻഡ് മോഷൻ ഉണ്ടാവും, 2D ഉണ്ടാവും, 3D ഉണ്ടാവും. അപ്പോൾ അത്ര ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും നമ്മൾ പോകുന്നില്ല. ഇതും എനിക്ക് പഠിച്ചിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. അപ്പം കുറച്ച് എക്സാമ്പിൾസ് ഡിസ്കസ് ചെയ്യാം. നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ അതിലുള്ള ഫസ്റ്റ് എക്സാമ്പിളാണ് മോഷൻ ഓഫ് എ റിജിഡ് ബോഡി. അപ്പോൾ റിജിഡ് ബോഡിയിലുള്ള പാർട്ടിക്കിളുടെ മോഷൻ. അപ്പോൾ റിജിഡ് ബോഡിയിൽ എങ്ങനെയാണ് കൺസ്ട്രെയിൻഡ് വെക്കുന്നത്? ഒരു റിജിഡ് ബോഡിയിലുള്ള പാർട്ടിക്കിൾസിൻ്റെ നെക്സ്റ്റ് നൈബറിങ് ഡിസ്റ്റൻസ് എപ്പോഴും Rij ഈസ് എ കോൺസ്റ്റൻറ്റ് ഓഫ് മോഷൻ ആയിരിക്കും. ആ പാർട്ടിക്കിൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്തില്ല? നെവർ ചേഞ്ച് ചെയ്യില്ല. സോ അപ്പം ഈ രണ്ട് ഡിസ്റ്റൻസ് കോൺസ്റ്റൻറ്റ് മീൻസ് ഈ പാർട്ടിക്കിൾസിന് ഒരിക്കലും അടുത്ത് പോകാനോ അകന്ന് പോകാനോ കഴിയില്ല. ദാറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് കൺസ്ട്രെയിൻഡ് മോഷൻ. നെക്സ്റ്റ് പറഞ്ഞു ബീഡ്സ് ഇൻ എൻ അബാക്കസ്. ദെൻ ഒരു കണ്ടെയ്നറിലുള്ള ഗ്യാസ് മോളിക്യൂൾസിന് ഓൺലി ക്യാൻ മൂവ് ഇൻസൈഡ് ദാറ്റ് കണ്ടെയ്നർ ഓർ വെസൽ. ഓക്കെ, നെക്സ്റ്റ് സിമ്പിൾ പെൻഡുലം എപ്പോഴും എങ്ങനെ ആയിരിക്കും? ജസ്റ്റ് ഈ ഒരു ലെങ്ത്തിൽ വെച്ചിട്ട് മാത്രമേ അതിനെന്ത് ചെയ്യുള്ളൂ? കൺസ്ട്രെയിൻ ചെയ്യാൻ കഴിയുള്ളൂ. വേറെ ആ ഒരു ആംഗിൾ തന്നെ നമ്മൾ പറയുന്നുണ്ട്. സ്മോൾ ആംഗിളിൽ നമ്മൾ ജസ്റ്റ് യൂസ് ചെയ്താൽ മാത്രം അത് സിമ്പിൾ പെൻഡുലായിട്ട് എന്ത് ചെയ്യുള്ളൂ? വർക്ക് ചെയ്യുന്നുള്ളൂ. നെക്സ്റ്റ് ഒരു പാർട്ടിക്കിൾ, ഒരു സോളിഡ് സ്ഫിയർ കൺസിഡർ ചെയ്താൽ ഇവിടെയുള്ള പാർട്ടിക്കിൾ. അപ്പോൾ ഈ ഒരു പാർട്ടിക്കിളിന് ഓൺലി ഈ സർഫസിൽ മാത്രമേ എന്ത് ചെയ്യാൻ കഴിയുള്ളൂ? മൂവ് ചെയ്യാൻ കഴിയുള്ളൂ. ദീസ് ആർ ദ സം എക്സാമ്പിൾസ്. ഇനി മോറോവർ ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട്. നമ്മൾ കുറച്ച് തന്നെ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ഡെയിലി ലൈഫിൽ തന്നെ ഇപ്പോൾ പട്ടം അങ്ങനെ പറഞ്ഞ പോലെ നിങ്ങളുടെ ലൈഫിൽ തന്നെ എടുത്ത് നോക്കിയാൽ ഒരുപാട് കൺസ്ട്രെയിൻഡ് മോഷൻസ് ആയിരിക്കും നിങ്ങൾക്ക് കാണാം. അപ്പം ഈ ഒരു കൺസ്ട്രെയിൻഡ് മോഷൻ പറഞ്ഞാൽ എന്താണ്? റെസ്ട്രിക്റ്റഡ് മോഷനാന്ന് പറഞ്ഞു. അതെങ്ങനെ റെസ്ട്രിക്ഷൻ 1 ഡയമെൻഷൻ ആവാം, 2 ഡയമെൻഷൻ ആവാം, 3 ഡയമെൻഷൻ ആവാം. ആ കാര്യങ്ങളൊന്നും നമ്മൾ പറയുന്നില്ല. നിങ്ങളൊന്ന് ഇതിൽ തന്നെ 1 ഡയമെൻഷൻ മോഷൻ ഉണ്ട്, 2D ഉണ്ട്, 3D ഉണ്ട്. ഓക്കെ, ഇനി കൺസ്ട്രെയിൻഡ് മോഷനുമായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയാനുള്ളത്, ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പറഞ്ഞാൽ ഈ കൺസ്ട്രെയിൻസ്
നമ്പർ ഓഫ് കോർഡിനേറ്റ് ഒരു പാർട്ടിക്കിളിനെ റെപ്രസെൻ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ 3 ഡയമെൻഷനിലുള്ള ഒരു പാർട്ടിക്കിളാണെങ്കിൽ ഇതിനെ റെപ്രസെൻ്റ് ചെയ്യാൻ നമുക്ക് എക്സ് വൈ സെഡ് പറഞ്ഞ 3 കോർഡിനേറ്റ്സ് ആവശ്യമാണ് അല്ലേ. ഇനി ഇവിടെ 2 പാർട്ടിക്കിൾ ഇൻ 3 ഡയമെൻഷൻ ആണെങ്കിൽ ദെൻ x1 y1 z1 ദെൻ x2 y2 z2. അങ്ങനെ ടോട്ടൽ എത്ര പാർട്ടിക്കിൾസ് 2 പാർട്ടിക്കിൾസിന് എത്ര ഇതുണ്ട് കോർഡിനേറ്റ്സ് ഉണ്ട്? 1 2 3 4 5 6 ടോട്ടൽ 6 കോർഡിനേറ്റ്സ് റിക്വയർഡ് ആണ് ഈ 2 പാർട്ടിക്കിളിനെ 3 ഡയമെൻഷനിൽ റെപ്രസെൻ്റ് ചെയ്യാൻ. പക്ഷേ ഇവിടെ സം ടൈപ്പ് ഓഫ് കൺസ്ട്രെയിൻസ് ഉണ്ടെങ്കിൽ ഇപ്പോൾ സപ്പോസ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാണ്, ഈ ഡിസ്റ്റൻസ് കോൺസ്റ്റൻ്റ് ആണ്. അപ്പം യൂഷ്വലി ഇതിൽ നിന്ന് ഈ Z1ഉം Z2ഉം അല്ലെങ്കിൽ Z ഡയറക്ഷനിലാണ് നമ്മൾ ആ ഡിസ്റ്റൻസ് എടുക്കുന്നതെങ്കിൽ ഈ 2 സെഡിലെ കോർഡിനേറ്റ്സ് ഇസ് ഈക്വൽ ടു Z പറഞ്ഞ് നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാം. സോ always a constraint reduce the number of coordinates needed to specify the particle അല്ലെങ്കിൽ സ്പെസിഫൈ ദ കോൺഫിഗറേഷൻ ഓഫ് ദ സിസ്റ്റം. അപ്പം ഈ ഒരു സിസ്റ്റത്തിൻ്റെ സ്പേസിലുള്ള കോൺഫിഗറേഷനെ റെപ്രസെൻ്റ് ചെയ്യാൻ ഓൾറെഡി 6 കോർഡിനേറ്റ്സ് ആവശ്യമായിരുന്നു. ബട്ട് വെൻ ദർ ഈസ് എ കൺസ്ട്രെയിൻറ്റ് ദ കോർഡിനേറ്റ്സ് നമ്പർ ഓഫ് കോർഡിനേറ്റ്സ് റിക്വയർഡ് വിൽ ബി റെഡ്യൂസ്ഡ്. സോ കോൺഫിഗറേഷൻ ഓഫ് സിസ്റ്റത്തിൽ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ട കോർഡിനേറ്റ്സ് എന്ത് ചെയ്യും? കൺസ്ട്രെയിൻഡ് മോഷൻ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക? അവിടെ റെഡ്യൂസ് ചെയ്യാം. ഇനി അതിലെ വേറൊരു ഡിസ്റ്റൻസ് ഇപ്പം നമ്മൾ Z ഡയറക്ഷനിലുള്ള ഡിസ്റ്റൻസ് കോൺസ്റ്റൻ്റ് ആക്കിയോണ്ട് ഇത് വെച്ചു. ഇനി വേറൊരു ഇപ്പോൾ Y ഡയറക്ഷനിലുള്ള ഡിസ്റ്റൻസ് കോൺസ്റ്റൻ്റ് ആക്കിയെടുത്താൽ ഇത് രണ്ടും Y ആയിരിക്കും. ഓക്കെ, അപ്പം നമുക്ക് ഓൺലി 4 കോർഡിനേറ്റ്സ് മതി ഈ 2 പാർട്ടിക്കിളിനെ എക്സ്പ്രസ് ചെയ്യാം. ഓക്കെ, അപ്പം നമുക്ക് ഫസ്റ്റ് കൺസ്ട്രെയിൻഡ് മോഷൻ നമ്മൾ ഡിസ്കസ് ചെയ്തു. ദെൻ അതിൻ്റെ കോർഡിനേറ്റ് സിസ്റ്റം എക്സാമ്പിൾസ് പറഞ്ഞു. ദെൻ അതിൻ്റെ കോർഡിനേറ്റ് സിസ്റ്റവും കൺസ്ട്രെയിൻസും തമ്മിലുള്ള റിലേഷൻ പറഞ്ഞു. എന്തായിരുന്നു റിലേഷൻ? കൺസ്ട്രെയിൻസ് കൂടുന്നതിനനുസരിച്ച് നമ്പർ ഓഫ് കോർഡിനേറ്റ്സ് എന്ത് ചെയ്യും? ആ ഒരു കോൺഫിഗറേഷൻ ഓഫ് സിസ്റ്റം അല്ലെങ്കിൽ ആ ഒരു സിസ്റ്റത്തെ സ്പേസിൽ റെപ്രസെൻ്റ് ചെയ്യാനുള്ള കോർഡിനേറ്റ്സിൻ്റെ നമ്പർ അല്ലെങ്കിൽ നമ്പർ ഓഫ് കോർഡിനേറ്റ്സ് വിൽ റെഡ്യൂസ് ഡ്യൂ ടു കൺസ്ട്രെയിൻസ്. അപ്പോൾ നമ്പർ ഓഫ് കൺസ്ട്രെയിൻസ് ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് കോർഡിനേറ്റ്സ് എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും. ഓക്കെ, ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആണ്. ഡിഗ്രീസ് ഓഫ് ഫ്രീഡത്തിൻ്റെ ഡെഫിനേഷൻ എന്താ വെച്ചാൽ ദ നമ്പർ ഓഫ് ഇൻഡിപെൻഡൻറ്റ് വേസ് ഇൻ വിച്ച് എ മെക്കാനിക്കൽ സിസ്റ്റം ക്യാൻ മൂവ് ഈസ് കോൾഡ് ദ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. ഇപ്പോൾ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം പറഞ്ഞാൽ ചുരുക്കി പറഞ്ഞാൽ ദ നമ്പർ ഓഫ് കോർഡിനേറ്റ്സ് റിക്വയർഡ് ടു സ്പെസിഫൈ ദാറ്റ് പാർട്ടിക്കിൾ ഇൻ എ കോൺഫിഗറേഷൻ സിസ്റ്റം. ഒന്നുമില്ല, നേരത്തെ പറഞ്ഞ കാര്യം തന്നെ. അതായത് ഇപ്പം ഒരു 3 ഡയമെൻഷനാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ ഈ ഒരു പാർട്ടിക്കിളെങ്കിൽ ഇതിനെ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എക്സ് വൈ സെഡ് പറഞ്ഞ 3 പോയിൻറ്റ്സ് വേണം. ദീസ് ആർ ദ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഫോർ ദീസ് പാർട്ടിക്കിൾസ്. അപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ കോൺഫിഗറേഷൻ റെഡ്യൂസ് ചെയ്യും, അതേപോലെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം റെഡ്യൂസ് ചെയ്യും. അതൊന്നും നമ്മളിവിടെ ഇപ്പം ഡിസ്കസ് ചെയ്യേണ്ട. അപ്പം നമ്മൾ 3 ഡയമെൻഷൻ സ്പേസ് ആണെങ്കിൽ ഈ 3 പെർപെൻഡിക്കുലർ ആക്സിസ്, അതായത് XYZ എന്ന് പറഞ്ഞ 3 പെർപെൻഡിക്കുലർ ആക്സിസ് ആണ് എന്ത്? അതിൻ്റെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ കാർട്ടീഷ്യനിലാണ് ഡിസ്കസ് ചെയ്യുന്നതെങ്കിൽ ഈ ഒരു പാർട്ടിക്കിളിൻ്റെ മോഷൻ അല്ലെങ്കിൽ മൂവ്മെൻറ്റ് ഡിസ്കസ് ചെയ്യാൻ നമുക്ക് ഓൺലി ഈ ഒരു 3 കോർഡിനേറ്റ്സിൻ്റെ ഹെൽപ്പോടെ നമുക്ക് എന്ത് ചെയ്യാം? ഡിസ്കസ് അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അണ്ടർസ്റ്റാൻഡ് ചെയ്യാം. ഇത് കാർട്ടീഷ്യനിലാണെങ്കിലാണ് ഈ 3 കോർഡിനേറ്റ്സ് ഏത് എക്സും വൈയും സെറ്റും എന്നുള്ള ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. ഇനി നമ്മൾ സ്ഫെറിക്കൽ പോളാർ കോർഡിനേറ്റ്സ് അതായത് SPC സ്ഫെറിക്കൽ പോളാർ കോർഡിനേറ്റ്സിലാണെങ്കിൽ നമ്മുടെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്താവും? r θ φ. എഗെയിൻ ഇവിടെയും എന്താണ്? ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എത്ര തന്നെയാണ്? 3 തന്നെയാണ്. ഓക്കെ, ഇനി നമ്മൾ കാർട്ടീഷ്യനിലേക്ക് തന്നെ ഒന്നുകൂടെ വരികയാണ്. അപ്പോൾ ഈ കാർട്ടീഷ്യനിൽ നമ്മൾ ഇവിടെ ഒരു പാർട്ടിക്കിളിന് എത്ര ഉണ്ട്? 3 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉണ്ട്, XYZ. ഇനി നേരത്തെ പറഞ്ഞിരുന്നു ഞാൻ 2 പാർട്ടിക്കിൾ ഉണ്ടെങ്കിൽ അവിടെ എത്ര ഡിഗ്രീസ് ഓഫ് ഫ്രീഡം വരും? ഇവിടെ ഈ ഫസ്റ്റ് പാർട്ടിക്കിളിനെ റെപ്രസെൻ്റ് ചെയ്യാൻ XY Y1 Z1, സെക്കൻഡ് പാർട്ടിക്കിളിനെ റെപ്രസെൻ്റ് ചെയ്യാൻ X2 Y2 Z2. അപ്പോൾ ടോട്ടൽ 2 പാർട്ടിക്കിളാണെങ്കിൽ എന്തുണ്ട്? 6 കോർഡിനേറ്റ്സ് ഉണ്ട് ഇൻ 3 ഡയമെൻഷൻ. അപ്പോൾ നമുക്ക് ജനറലായിട്ട് പറയുകയാണ് n പാർട്ടിക്കിൾ ഉണ്ട്. ഇൻ ജനറൽ എ സിസ്റ്റം കൺസിസ്റ്റ് ഓഫ് n ഫ്രീ പാർട്ടിക്കിൾ. അപ്പം അതിന് എത്ര ഉണ്ടാവും? ഹാസ് 3n ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉണ്ടാവും. 3n ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. n പാർട്ടിക്കിൾസിന് 3n ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. ഇവിടെ 2 ×
3 അല്ലേ, ദാറ്റ് ഈസ് n is equal to ഇവിടെ 2 പാർട്ടിക്കിൾ ആയതുകൊണ്ട് 2, ദാറ്റ് ഈസ് 6. അങ്ങനെയാണ് ഇവിടെ 6 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം കിട്ടിയത്. ഇനി സപ്പോസ് 3 പാർട്ടിക്കിൾ ആണെങ്കിലും ഉള്ളത്, 3 പാർട്ടിക്കിൾ ആണെങ്കിൽ 3n is equal to എന്ത് വരും, 3 into n is equal to 3, ദാറ്റ് ഈസ് 9 അല്ലേ. അപ്പം നമ്മൾ 3 പാർട്ടിക്കിൾ നോക്കുക, x1 y1 z1, x2 y2 z2, x3 y3 z3, 3 + 3 + 3 ടോട്ടൽ 9 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. അപ്പോൾ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്താണെന്ന് മനസ്സിലായി. അപ്പോൾ നമ്മൾ കൺസ്ട്രെയിൻറ്റും ഡിഗ്രീസ് ഓഫ് ഫ്രീഡം തമ്മിൽ റിലേറ്റ് ചെയ്യുന്ന നേരത്തെ നമ്മൾ പറഞ്ഞു. അപ്പോൾ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം പറഞ്ഞാൽ എന്താണ്, ഇറ്റ് ഈസ് ദ നമ്പർ ഓഫ് ഇൻഡിപെൻഡൻറ്റ് വേസ് ഇൻ വിച്ച് എ മെക്കാനിക്കൽ സിസ്റ്റം ക്യാൻ മൂവ്, അല്ലെങ്കിൽ ഒരു മെക്കാനിക്കൽ സിസ്റ്റത്തിനെ കോൺഫിഗറേഷൻ സ്പേസിൽ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ട നമ്പർ ഓഫ് കോർഡിനേറ്റ്സിൻ്റെ എണ്ണം എന്താണ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. അപ്പം ഈ ക്ലാസ് തൽക്കാലം ഞാൻ ഇവിടെ വെച്ചിട്ട് വൈൻഡപ്പ് ചെയ്യണം. അപ്പം ഞാൻ ബേസിക് ആയിട്ടുള്ള ക്ലാസ് ആയതുകൊണ്ടാണ് ഇത്രയും ലെങ്ത്തിൽ, കാര്യമായിട്ടൊന്നും എടുത്തിട്ടുമില്ല. സിമ്പിളായിട്ടുള്ള നിങ്ങൾ പഠിച്ചിട്ടുള്ള ക്ലാസ്സാണ്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്ലാസ് ആയതുകൊണ്ടാണ് ഇത്ര സ്ലോയിൽ പോയത്. അപ്പം നിങ്ങൾ സ്പീഡ് ഒരു വിഷയമായിരിക്കും എങ്കിലും നിങ്ങൾ ഫസ്റ്റ് ക്ലാസ്സുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ കാര്യമായിട്ടൊന്നും ഇവിടെ പറഞ്ഞിട്ടില്ല. പറഞ്ഞ കാര്യം ഫുള്ള് നിങ്ങൾ ഓൾറെഡി ഡിഗ്രി ക്ലാസ്സിൽ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ്. അപ്പം ഇത്രയും ഒന്ന് നോക്കുക. ദെൻ ഇതിൻ്റെ കണ്ടിന്യൂഷനുള്ള ടോപ്പിക്കുമായിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് കാണാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. അപ്പം ഓക്കെ, താങ്ക് യു.